നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ ഉത്സവം സ്പെഷ്യൽ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുരുവായൂരപ്പൻ ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണ്. ഇന്ന് ഗ്രാമപ്രദക്ഷിണത്തിന് ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ടായിരിക്കാം ആനപ്പുറത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് കാഴ്ചശിവേലി, ഇന്നത്തെ ദിവസം കൊണ്ട് കാഴ്ചശിവേലി തീരുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാഴ്ചശിവേലിയില്ല. രാവിലെ കാഴ്ചശിവേലി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കൊടിമരത്തിൻ്റെ ചോടെ എഴുന്നള്ളി ഇരിക്കാൻ പോവുകയാണ് ഉണ്ണികൃഷ്ണൻ. അതിനുശേഷം ദീപാരാധന കൊടിമരത്തിൻ്റെ ചോടെയാണ്. അപ്പോൾ ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ മനസ്സുകൊണ്ട് നന്നായിട്ട് കണ്ടു തൊഴുതോളൂ. ഇന്നത്തെ ഉത്സവ വിശേഷങ്ങളിലേക്ക് ആദ്യം ഇന്ന് കഞ്ഞിയും മുതിരപ്പുഴുക്കിനും പകരം കഞ്ഞിയും പയറുപുഴുക്കുമായിരുന്നു കേട്ടോ. ഇന്നത്തെ 9ാം ഉത്സവത്തിൻ്റെ പ്രത്യേകത അതാണ്. കഞ്ഞിയും ഓലൻ മാതിരിയുള്ള വൻപയറിൻ്റെ ആ ഒരു പുഴുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കുന്ന ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ട് വരാം. ഇന്നലെ കഞ്ഞി കുടിച്ച് നിങ്ങളെ ഒന്നും കൊതിപ്പിച്ചിട്ടില്ല. അപ്പം ഇന്ന് കഞ്ഞി കുടിച്ച് എല്ലാവരും കൊതിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. കണ്ടിട്ട് വരാം കേട്ടോ. ഇന്ന് വിഷ്ണു എന്നോട് പറയായിരുന്നു കേട്ടോ, ഞങ്ങൾ കഞ്ഞി കുടിക്കാനൊക്കെ പോകുമ്പോൾ നടയിൽ നിന്ന് ഒരുപാട് പേര് കണ്ട് വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ബ്ലെസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഹഗ് ചെയ്തുകൊണ്ട് നന്നായി വരും മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കണ്ട് തിരിച്ചറിയുന്നത് ദൂരെ മാറി നിന്ന് കാണുകയാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണു പറയായിരുന്നു 2023 അവസാനം ഡിസംബർ ആ സമയത്തായിരുന്നു വിഷ്ണു വന്നിരുന്നത്. അപ്പോൾ ഏകാദശിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചാനലിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തതിന് ശേഷമാണ് വിഷ്ണു എൻ്റെ ആദ്യം ക്യാമറ ചെയ്തിരുന്ന വേറെ കുട്ടിയാണല്ലോ, വിഷ്ണു എൻ്റെ ക്യാമറാമാനായിട്ട് എന്നോടൊപ്പം കൂടിയിട്ട് ആ സമയത്ത് ഓരോ ദിവസവും വീഡിയോ എടുക്കുന്ന സമയത്ത് വിഷ്ണു പറയായിരുന്നു, ചേച്ചീനെ കണ്ടിട്ട് ആരും തിരിച്ചറിയാത്തത് എന്താ, ആരും പരിചയപ്പെടാൻ വരാത്തത് എന്താ, ചേച്ചി യൂട്യൂബർ അല്ലേ. എന്നിട്ട് വിഷ്ണു തന്നെ അകലയിൽ നിന്ന് വരുന്ന സമയത്ത് ചോദിക്കും, ചേച്ചി യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ചേച്ചിയല്ലേ, ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറയും. ഇതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വരും ചേച്ചിയെ കാണാൻ എന്നൊക്കെ പറയും കേട്ടോ. അന്ന് എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഏതെങ്കിലും ദിവസം ആരെങ്കിലും അങ്ങനെയൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ വിഷ്ണുവിന് വലിയ മോഹമായിരുന്നു അങ്ങനെ എൻ്റെ ചേച്ചി അങ്ങനെ കാണണമെന്ന്. അപ്പോൾ ഷൂട്ടിന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്ന ദിവസം ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ് ഞാനിങ്ങനെ വണ്ടിയിൽ വരുന്ന സമയത്ത് വിഷ്ണു വന്നിട്ട് ചോദിക്കും, ചേച്ചി യൂട്യൂബർ അല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും, ഇതുപോലെ ആരെങ്കിലും വരും എൻ്റെ ചേച്ചിയെ പരിചയപ്പെടാമെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ കൈ തരുന്നു, ബ്ലെസ് ചെയ്യുന്നു, അതുപോലെ മോളെ സന്തോഷമായി എന്ന് പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ വിഷ്ണു പറയായിരുന്നു, അന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ എത്ര ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ കാണാൻ ആരെങ്കിലും വരണം എന്ന്. ഇന്ന് ഒരുപാട് പേര് വരുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവുന്നു, ഞാനാണ് ചേച്ചിയുടെ ഫാൻ ബോയ് എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഫാൻ ബോയ് ആണ് എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇരുന്ന്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് നമ്മുടെ എല്ലാ പ്രേക്ഷകരുടെ അടുത്തും പറയണം, എൻ്റെ സന്തോഷം എല്ലാവരോടും അറിയിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, വിഷ്ണു തന്നെ പറയൂ, അത് ലൈവിൽ പറഞ്ഞാലും പോരെ ചോദിച്ചപ്പോൾ അല്ല, എനിക്ക് ഇത് ഇന്ന് തന്നെ അറിയിക്കണം, അത് ചേച്ചി തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാനിങ്ങനെ പറയണേ കേട്ടോ. ഈ ഒരു മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്കും അത് വളരെ പ്രത്യേകതയുള്ളതാണ്. ഒരുപാട് പേര് എങ്ങോട്ട് തിരിഞ്ഞാലും, ഞാനും ഹസ്ബൻഡും കൂടി ഇന്നലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനും ഉത്സവത്തിൻ്റെ ആ ഒരു 8ാമത്തെ ദിവസമായിരുന്നല്ലോ ഇന്നലെ, അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്നുള്ള രീതിയിൽ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഇന്നലെ കിഴക്കേ നട തൊട്ട് പടിഞ്ഞാറ് നട വരെ എത്താൻ ഞങ്ങളെടുത്തത് 2 മണിക്കൂറാണ് കേട്ടോ. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളെ പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ്, കുട്ടിയുടെ വീഡിയോ കാണാറുണ്ട് പറയുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലായിടത്തും കാണുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇന്ന് കുറേ ചേച്ചിമാർ പറഞ്ഞു, പഴുക്കാമണ്ഡപത്തിൽ തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് അതിന് പുറകിലിരുന്നിട്ട് കുറേ പേര് പറയാണ്, കഴിഞ്ഞ വർഷത്തേക്കാളും തിരക്ക് കൂടിയിട്ടുണ്ട്, സവിതയാണ് അതിന് കാരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കോമൺലി എന്നെ പരിചയമുള്ള കുറേ പേര് ഒരുമിക്കുകയാണ് അവിടെ. അപ്പം അതും നമുക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കണേ. ഇതൊക്കെ ഓരോരുത്തർ പറയുന്ന ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴും എത്ര സന്തോഷമാവണേന്ന് അറിയില്ല കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഒരു പേരിലാണ് നമ്മളെ അറിയുന്ന, അല്ലെങ്കിൽ ഭഗവാനോട് ചേർത്ത് വെച്ചിട്ടാണ് പറയണേ. കമൻസിൽ സവിത വിഷ്ണു പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. സവിതയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന പേര് വിഷ്ണു എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ പേരിനോട് ചേർന്നാണ് കമൻസിലൊക്കെ വരുന്നത്. അത് എൻ്റെ അനിയൻ വിഷ്ണുവിനെ കുറിച്ചാണ് പറയണത്. അതല്ലാതെ സാക്ഷാൽ ഈശ്വരനെ ചേർത്ത് വെച്ചിട്ടാണ് ഓരോ ആളുകളും നമ്മളെ പരിചയപ്പെടാൻ വരണേ അല്ലെങ്കിൽ അറിയുന്നതെന്നൊക്കെ പറയുമ്പോൾ
ധന്യ നിമിഷം എന്ന് പറയില്ലേ, അത് തന്നെയായിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ ആയിട്ട് ആസ്വാദ്യകരമായ ധന്യ നിമിഷങ്ങളായിരുന്നു. അതിനെല്ലാവരോടും നന്ദി പറയാണ്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് അങ്ങനെ ആയത്. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നാമമെങ്കിലും സവിതയും വിഷ്ണുവിനെ ഓർത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇത്രയും വന്ന് ചേരുന്നത്. പിന്നെ പൂർവ്വജന്മത്തിൽ എവിടെയോ ചെയ്തതായിരിക്കാം, അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം. എന്തായാലും സന്തോഷമാണ് കേട്ടോ. എനിക്കാണെങ്കിലും വിഷ്ണുവിനാണെങ്കിലും ഒരുപാട് സന്തോഷം. ആ സന്തോഷവും കൂടി നിങ്ങളോട് പങ്കുവയ്ക്കണം. പിന്നെ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ ഒരുപാട് സങ്കടമാണ് ഞങ്ങൾക്ക്. കാരണം നടയിൽ നിന്നിട്ട് എനിക്കിതൊക്കെ പറയാനും വിഷ്ണുവിനതൊക്കെ വിഷ്വലൈസ് ചെയ്യാനും ഭയങ്കരമായിട്ട് ആഗ്രഹം, പക്ഷേ നിവർത്തിയില്ല. പക്ഷെ ഇന്ന് വൈകുന്നേരം തൊട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. നടയിൽ തന്നെ മതപരമായ ആചാരങ്ങളെല്ലാം എടുക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ ഗ്രാമപ്രദക്ഷിണമൊക്കെ എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് കവർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗ്രാമപ്രദക്ഷിണമൊക്കെ ആരും മിസ് ചെയ്യാതെ കാണണം. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ പള്ളിവേട്ടയുടെ സമയം 9 മണിയാണ്. 9 മണിക്ക് പള്ളിവേട്ട. ആ സമയമാകുമ്പോഴേക്കും വരാൻ കഴിയുന്നവരൊക്കെ ഓടി വരൂ. പറവയ്ക്കലൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ സാധിക്കട്ടെ, ഗ്രാമപ്രദക്ഷിണം കാണാൻ സാധിക്കട്ടെ. അപ്പം എന്നത്രയേ ഉള്ളൂ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണന്മാരെ. ആഞ്ഞു വിളമ്പിക്കോളൂ, ആഞ്ഞു വിളമ്പിക്കോളൂ, ആഞ്ഞു വിളമ്പിക്കോളൂ.
പറഞ്ഞു എന്നോ? അതെയോ? ഇന്നലത്തെ അവിടുത്തെ കുഴപ്പമുണ്ടായില്ലല്ലോ. വൈകുന്നേരം പഴുക്കാൻ മണ്ഡപത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണോ? എല്ലാ ദിവസവും വരാറുണ്ടോ? ആ നേരത്തെ വരില്ല. ഓ, രണ്ടാമതാ. 11 മണിക്കും 12 മണിക്കും ഒക്കെ തിരക്കുണ്ട്. കുറവായിരുന്നു. അതെ അതെ അതെ. ആ, ഞാൻ പക്ഷെ 11:30 12 ആവും വരാൻ. നേരെ ലെഫ്റ്റിൽ കേട്ടോ.
ഇപ്പൊ കൊണ്ടിട്ടില്ല, ഇപ്പൊ കൊണ്ടിട്ടു. ആ